ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞി മേക്കപ്പ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. കുറേ ദിവസമായി മേക്കപ്പ് വീഡിയോസൊന്നും പറ്റില്ല. അപ്പോൾ രാത്രി സമയം അറിയില്ല, 9 മണി തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യാനായിരുന്നു. ഞങ്ങൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അധികം ലേറ്റ് ആക്കാൻ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഓലെ ല്യൂമിനസ് ലൈറ്റ് പെർഫെക്റ്റിംഗ് സിറമാണ്. ഇത് യൂസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ഡയറക്റ്റ്ലി ഫേസ് വാഷ് കഴിഞ്ഞിട്ട് എന്താ സിറം ടോണർ അങ്ങനെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇതും സിറം തന്നെയാണല്ലോ. ഞാൻ ഫേസ് വാഷൊക്കെ ചെയ്തു. ഞാൻ ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു സിമ്പിൾ ഡെയിലി മേക്കപ്പ് ഡെയിലി നമ്മൾ ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് റുട്ടീനായിരിക്കും. അത് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നമുക്ക് വീട്ടിലുള്ള സിറംസും പ്രൊഡക്ട്സ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് റുട്ടീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓലയുടെ ലുമിനസ് സിറം എടുത്തു. പാവമ്മ അവരിങ്ങനെ വെള്ളം വെച്ചുകൊണ്ട് വെക്കുന്നതുകൊണ്ട് അമ്മ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി. രണ്ടാമത് നമുക്ക് പ്രൈമർ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൈമർ മേബിലിൻ ന്യൂയോർക്ക് ഫിറ്റ് മീ ഡ്യൂയി പ്ലസ് സ്മൂത്ത് നോർമൽ ടു ഡ്രൈ പ്രൈമറാണ്. ഇതും കുറച്ചെടുത്താണ്. ഞാൻ ടീ സോൺസ് മാത്രമേ ഞാൻ മോസ്റ്റ്ലി കവർ ചെയ്യാറുള്ളൂ. ഞാൻ വലിയ ബിക്കോസ് എൻ്റെ പെട്ടെന്ന് ഓയിലി ആവും സ്കിന്ന്. അപ്പോൾ ഞാൻ വേറെ ഫൗണ്ടേഷൻസ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. അൺടിൽ അൺലെസ് ഞാൻ എവിടെയെങ്കിലും പുറത്ത് ഏതെങ്കിലും ഫംഗ്ഷന് പോവുകയാണെങ്കിൽ മാത്രം ഫൗണ്ടേഷൻ യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കൺസീലർ മാത്രം വെച്ചിട്ട് ഞാൻ ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഞാൻ പോകാറുള്ളൂ. അപ്പം ഇത് മേബിലിൻ്റെ പ്രൈമർ യൂസ് ചെയ്തു. അടുത്തത് നമുക്ക് ഐബ്രോസ് ചെയ്താലോ. എൻ്റെ ഐബ്രോസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ ഈ 2 ഭാഗം ഞാൻ ഫില്ല് ചെയ്യാറ്. ബിക്കോസ് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ടിരിക്കും. എനിക്ക് തിക് ഐബ്രോസ് ഉള്ളതുകൊണ്ട് ഐ പ്രിഫർ ടു ഡു അറ്റ് ദി എൻഡ്സ്. സോ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മേബിലിൻ ന്യൂയോർക്ക് ടാറ്റു ബ്രോ സ്റ്റൈലിംഗ് ജെല്ലാണ് കേട്ടോ. എൻ്റെ 2 ഷെയ്ഡ് ഉണ്ട്. അപ്പം ഞാനിത് താഴെ മിറർ കേട്ടോ, അതുകൊണ്ട് ഞാൻ താഴേക്ക് നോക്കി ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ 2 ഏരിയാസ് മാത്രം ഏരിയാസൊക്കെ ഈ 2 കോർണേഴ്സ് മാത്രമേ ഞാൻ ഫില്ല് ചെയ്യുന്നുള്ളൂ. ഐ ഹോപ്പ് ഡിഫറൻസ് കാണുന്നുണ്ട് വിചാരിക്കുന്നു. ബിക്കോസ് ഞാൻ എല്ലാം ഇപ്പോൾ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് എല്ലാം ലൈറ്റായിട്ടേ ചെയ്യാറുള്ളൂ. ഹെവി ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ബട്ട് ഒക്കേഷനലി എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകണമെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണം തോന്നിയാൽ അപ്പം ഞാൻ ചെയ്യാറുണ്ട്. ബ്രൗസ് കഴിഞ്ഞിട്ട് നമുക്ക് ഐലൈനർ ഇടാം. അപ്പോൾ ഇതും ഞാൻ ലാക്മേ ഇൻസ്റ്റാ ലൈനർ വാട്ടർ റെസിസ്റ്റൻസ് ഐലൈനർ. അപ്പം ആക്ച്വലി ഞാനിത് എനിക്ക് ഇതിൽ നോക്കി ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇത് ചെയ്തിട്ട് നിങ്ങളെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാട്ടോ ഞാൻ ഐലൈനർ ചെയ്തത്. കുറച്ച് വളമായിട്ടുണ്ട്. ഹോപ്പ് യു ക്യാൻ സീ. ഇത് സിമ്പിളായിട്ട് വിങ് ഐലൈനർ ഞാൻ ചെയ്തു. ഇതിൻ്റെ ഒരു റീലായിട്ട് ഞാൻ ഇടുന്നുണ്ട്. വിങ് ലൈനറിൻ്റെ ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ ഇടാം നെക്സ്റ്റ്. ബിക്കോസ് എനിക്ക് വിങ് ലൈനർ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. അത് കുറച്ചും കൂടി കണ്ണിനൊക്കെ നല്ല ഒരു വലിയൊരു ലുക്കൊക്കെ തരുമല്ലോ. അപ്പോൾ അത് പിന്നെ ആഫ്റ്റർ ഐലൈനർ പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് മാത്രമേ മേക്കപ്പ് അപ്ലൈ ചെയ്യുമെങ്കിൽ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഡാമേജ് ആവും. സ്കിൻ കെയർ നമ്മൾ അത്യാവശ്യം വീട്ടിൽ യൂസ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങുന്ന അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഡെഫിനറ്റ്ലി സ്കിൻ കെയർ ചെയ്തിട്ട് മാത്രമേ മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാവൂ. പ്ലീസ് റിമെമ്പർ ദാറ്റ്. വീട്ടിൽ നമുക്ക് സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യാൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം ലിപ്സിലൊക്കെ ബിഫോർ യൂസിങ് ലിപ്സ്റ്റിക് പ്രൈമർ പോലെ. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. കുങ്കുമാതി തൈലമില്ല, അത് ഭയങ്കര കുറച്ചായിട്ട് എടുത്തിട്ട് ഒരു ഡ്രോപ്പ് മാത്രം എടുത്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ അതൊരു പ്രൈമറിൻ്റെ എഫക്റ്റ് തരും. ഞാനിത് അങ്ങനെ ചെയ്യാറുണ്ട്. ബിക്കോസ് ഞാനിത് മേക്കപ്പ് വാങ്ങാൻ പറ്റാറൊക്കെ ഉണ്ട്, അങ്ങനെയല്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഞാൻ മേക്കപ്പിൻ്റെ ഒന്നും ചെയ്യാതെ ഞാൻ അത് മാത്രം ചെയ്യും. അപ്പോൾ
അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കൺസീലറൊക്കെ ഇട്ടിട്ട് പോകും. അപ്പോൾ അത് നല്ലൊരു ഡ്യൂയി ഫിനിഷ് തരാറുണ്ട്. സോ കോക്കനട്ട് ഓയിലും കുങ്കുമാതി തൈലും ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ഫേസിൽ തേക്കുക ബിഫോർ അപ്ലൈയിങ് മേക്കപ്പ്. അതൊരു നല്ലൊരു പ്രൈമറായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഇത് കണ്ണ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കണ്ണിൽ തന്നെ അടുത്തത് ചെയ്യാം. മസ്കാര യൂസ് ചെയ്തല്ലോ. ഞാൻ ഇതിൽ തന്നെ യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരസിൻ്റെ പാരനോമ മസ്കാര എന്ന് പറഞ്ഞിട്ട്. ഇത് ഇപ്പം നല്ല എന്താ പറയുക പുതിയതാണ്, ട്രെൻഡിങ് ആയിട്ട് വരണത്. ഇപ്പോൾ ഇത് കുറേ പേര് ഇതിൻ്റെ കൊലാബറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. സോറി ഫോർ മൈ ദിസ് ഫേസ്, ബട്ട് ഓൾമോസ്റ്റ് എല്ലാവരും മസ്കാര ഇടുമ്പോൾ ഇങ്ങനത്തെ കോപ്രായങ്ങൾ ഫേസസിൽ കാണിക്കാറുണ്ട്. ഞാൻ പിന്നെ കുറച്ച് കോൺഷ്യസ് ആവുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനേക്കാളും വേഴ്സായിട്ടാണ് എൻ്റെ ഫേസ് വരുന്നത്. സോ മസ്കാര ഇട്ടു. ലൈറ്റിങ്ങിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടല്ലേ, അടുത്ത വീട്ടിൽ സെറ്റാക്കാം കേട്ടോ. ബിക്കോസ് ഞാനിപ്പോൾ എൻ്റെ ലൈറ്റ് ഇരിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീടെന്ന് പറയുമ്പോൾ ലൈക്ക് എൻ്റെ പാരൻസിൻ്റെ വീട്. അത് കുറച്ച് അപ്പുറത്താണ്. ഞങ്ങളുള്ളത് ഇപ്പോൾ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും വീട്ടിലാണ്. അപ്പോൾ ഇവിടെ ലൈറ്റിങ് കൊണ്ടുവന്നിട്ടില്ല. വെള്ള ലൈറ്റ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. സോ കുറച്ച് അധികം ഡിലേ ആക്കുന്നില്ല. എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ലാഗായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അധികം ലാഗാക്കാതെ മസ്കാര യൂസ് ചെയ്തു. അടുത്തത് കണ്ണെഴുതണോ അതോ ഇതിടണോ? നമുക്ക് കൺസീലർ വെച്ചിട്ട് ഇത് ചെയ്യാം അല്ലേ? കൺസീലർ യൂസ് ചെയ്യാം. ഇത് ബോബി ബ്രൗണിൻ്റെ കൺസീലറാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ സ്പോട്ട്സ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അത് ഞാൻ കൈ വെച്ചിട്ട് തന്നെ ചെയ്യണേ. കാണിച്ചു കേട്ടോ. കൈ യൂസ് ചെയ്യണ മുമ്പ് നമ്മൾ നല്ലോണം കൈയൊക്കെ കഴുകിയിട്ട് കൈ ഫേസിലേക്ക് എടുക്കാവൂ കേട്ടോ. കൺസീലർ ഞാൻ കൈവച്ചിട്ടാണ് യൂസ് ചെയ്തത്, ബ്രഷൊന്നും യൂസ് ചെയ്തില്ല. നെക്സ്റ്റ് നമ്മൾ ഫൈനൽ സ്റ്റെപ്പിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് 2 ലിപ് ഷെയ്ഡ് ഉണ്ട്. കാരണം ലോറിയൽ പാരസിൻ്റെ ലിപ് കളർ ഇൻ ദ ഷെയ്ഡ് 240 റോഡ് ട്രിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കളറാണ് ലോറിയൽ പാരസിൻ്റെ. ഇത് ഒരെണ്ണമുണ്ട്. പിന്നെ മേബിലിൻ വിങ്ക് ഇത് തന്നെ എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ദൈവമേ. ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. ബിക്കോസ് ഇത് കുറച്ചൊരു ഗ്ലോസി. ഈ ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സ്മച്ച് പ്രൂഫാണ്. പിന്നെ കുറച്ച് വാട്ടറി ബേസ്ഡ് ലിക്വിഡാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഷൈനിങ് അതൊക്കെ തരും. ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരത്തേക്കും. നിങ്ങൾക്കിത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പം ഞാൻ ഇതെല്ലാം പ്രൊഡക്റ്റൊക്കെ ഞാൻ നിങ്ങൾക്ക് ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഞാൻ ഇടാം. അപ്പോൾ ഇതായിട്ടൊരു ഫൈനൽ സിമ്പിൾ മേക്കപ്പ് റുട്ടീനായിരുന്നു എൻ്റെ. പ്ലീസ് ഡു ഇഗ്നോർ മൈ ഹെയർ ഓൾസോ. കുറച്ച് മെസ്സായിട്ടിരിക്കുക ബിക്കോസ് ഹെയർ വാഷ് ചെയ്തിട്ടിപ്പോൾ ഒരു 2 ദിവസമായി. ദാറ്റ്സ് ഓക്കെ. ഇപ്പോഴത്തെ ആരും എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാറില്ല. സോ ദിസ് ഇസ് മൈ സിമ്പിൾ മേക്കപ്പ് റുട്ടീൻ. ഞാൻ ഓൾമോസ്റ്റ് ഡെയിലി ഇത്രയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. കുറേ പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ബട്ട് സ്റ്റിൽ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.